ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓവണും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കിയാണെന്ന് നോക്കിയാലോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ഉണ്ട്, പൈനാപ്പിൾ, ആപ്രിക്കോട്ട്, പ്ലം ഉണ്ട്, പിന്നെ കിവിയും സ്ട്രോബെറിയും ബ്ലാക്ക് റൈസിൻസും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്താൽ മതി കേട്ടോ, എത്രക്കൊന്നും വേണമെന്നില്ല. എന്നിട്ട് ഇത് ചെറുതായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യും ബദാമും വാൽനട്ടും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ 3 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്, കൈകൊണ്ട് തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഉണ്ടല്ലോ, അത് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ ഓറഞ്ച് ജ്യൂസിന് പകരമായിട്ട് മുന്തിരിയുടെ ജ്യൂസ് എടുത്താലും മതി കേട്ടോ. നിങ്ങൾക്ക് നട്ട്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ബാറ്റർ റെഡി ആക്കുമ്പോൾ അതിൽ ആഡ് ചെയ്താലും മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജാതിക്കയും ഗ്രാമ്പും പൊടിച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ജ്യൂസ് വറ്റി വരുന്നത് വരെ ഇതിങ്ങനെ മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഓറഞ്ച് ജ്യൂസൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നന്നായി മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ കളറൊന്ന് മാറി വരും കേട്ടോ. ഈ ഒരു ടൈമിലാണ് കേട്ടോ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം മുഖത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാറി നിന്നിട്ട് ഒഴിക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിയായി വരും കേട്ടോ. അപ്പോൾ ഇത് കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞാൽ ഇത് കട്ടിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചെയ്യാനുള്ളത് 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ സ്പൈസസും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. മാക്സിമം ഇങ്ങനെ 3 പ്രാവശ്യമെങ്കിലും ചെയ്യണേ, എന്നാൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിൽ നിന്നിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിക്സിയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം മിക്സിയിൽ ഉണ്ടാവരുത്. അതുപോലെ തന്നെ എഗ്ഗ് റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 4 എഗ്ഗാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ല ഹൈയിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. ഇത് 1 കപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ ഹൈയിൽ വെച്ചിട്ട് അടിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ലോയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബൗളിലിട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഓരോ പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 പ്രാവശ്യമായിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാരമൽ സിറപ്പ് ഓരോ പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പ് ഒഴിച്ചിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നേരത്തെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചല്ലോ, അത് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട്സ് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ചേർക്കുന്ന സമയത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിന് നല്ല തിക്കായിട്ടും പോവരുത്, എന്നാൽ നല്ല ലൂസായിട്ടും പോവരുത് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കിട്ടാനായിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ ഒരു ട്രേ ആണ് കേട്ടോ. ഇതിപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതൊന്നിങ്ങനെ തട്ടി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ചെറിയും കാഷ്യും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് കാഷ്യൂ മാത്രം ഉള്ളെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഈ ട്രേ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ 1.25 മണിക്കൂർ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് റെഡിയാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മളുടെ ടൂത്ത് പിക്കിലൊന്നും മുട്ടി പിടിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് കേക്ക് ട്രേയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഏകദേശം ഒരു
2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്ക് ആഡ് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.